ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സൂര്യയുടെ 2.5-3 വർഷത്തിന് ശേഷം തിയേറ്ററിക്കൽ റിലീസ് ആവുന്ന കങ്കുവ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഇതിന്റെ ഡയറക്ഷൻ നമ്മുടെ ശിവാണനാണ്, അധികം പറയേണ്ടതില്ല. നമ്മുടെ അജിത്തിനെ വെച്ചിട്ട് ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് രജനീകാന്തിനെ വെച്ച് അണ്ണാത്തൊക്കെ എടുത്ത് അടപടലമായി നിൽക്കുന്ന ഒരു സമയത്താണ് കങ്കുവ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. സോ ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. സോ ഈ ഒരു സിനിമ ഞാനിപ്പോൾ കണ്ടുവന്നതിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് പാസ്റ്റും പ്രസന്റും മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയാണത്. അതിൻ്റെ ഇടയിൽ ശിവയുടെ സ്ഥിരം എലമെന്റ് ആയിട്ടുള്ള പാസം ഓവർ ദ ഡോസ് ആയിട്ട് കയറി വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡയറക്ഷൻ പറയാം, അങ്ങൊരു വിചാരിച്ച കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പാസം എലമെന്റ് വരുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. നമ്മളായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതായത് സൂര്യക്കൊരു പാസം തോന്നുകയാണ്. ആ പാസം തോന്നുന്ന സിറ്റുവേഷന് മുമ്പ് ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ടാക്കേണ്ടിയിരുന്നത് വളരെ അനിവാര്യമുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ അത് ഉണ്ടാവാത്തത് കൊണ്ട് ആ ഒരു പാസം എലമെന്റ് എനിക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. അവിടുന്ന് ഫുൾ അങ്ങോട്ട് ക്രിഞ്ച് ബെസ്റ്റ് ആയിരുന്നു. പക്ഷേ വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നതുകൊണ്ട് ഒരു തവണ കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നിർവികാരമായിട്ട് കണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും വിഷ്വൽ ആണെങ്കിലും VFX ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെടിപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ എലമെന്റ് തരാൻ വേണ്ടിയിട്ട് ഈ പാസത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രയ്ക്കധികം വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് ഇതിലെ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. വേറൊന്നും പറയാനില്ല അതിനെ കുറിച്ചിട്ട്. പിന്നെ അതുപോലെ സൂര്യയുടെ പുതിയ കാലത്തിലെ ക്യാരക്ടർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ വളരെ ചില്ലായിട്ടുള്ളൊരു മനുഷ്യൻ, ചില്ലായിട്ടുള്ളൊരു ക്യാരക്ടർ, നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ പാസം കാര്യങ്ങളൊക്കെ കയറി വന്ന ആകെ അലമ്പ് കഴുമ്പോ ആകെ ഒരു ത്രികോണ രൂപത്തിലായി പോയി. പിന്നെ നായികയായിട്ട് വന്നിട്ടുള്ളത് ദിഷ പട്ടാനിയാണ്. ദിഷ പട്ടാനി വലിയ കുഴപ്പമില്ല, ആസ് യൂഷ്വൽ ഒരു നായിക വരുന്നു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കുറെ ക്രിഞ്ച് പരിപാടികളുണ്ട്. 36-നെ കെട്ടിയിട്ടിട്ട് വട്ടത്തിൽ മേപ്പിട്ട് നോക്കി നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ താക്കോലൊക്കെ എടുത്ത് കൊടുത്ത് സഹായിച്ചിരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലും ചെയ്യാവുന്ന കേസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും അവിടെ എവിടെയും കണ്ടില്ല. ആ ഒരു സമയത്തുള്ള കുറേ പോരായ്മകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ സ്റ്റിൽ സൂര്യ ആ സ്ക്രീനിലുള്ളത് കൊണ്ട് കണ്ടിരിക്കാൻ പറ്റാവുന്ന കുറെ സാധനങ്ങളായിരുന്നു അതെല്ലാം തന്നെ. സൂര്യയുടെ ആ ഒരു ചാമിങ്, ആ ഒരു എനർജറ്റിക് മൂഡ് നല്ല രസമായിരുന്നു. പക്ഷെ പഴയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സൂര്യനെ പ്രസന്റ് ചെയ്ത വിധമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഈ സിംഗം സീരീസിലൊക്കെ ഉള്ള പോലെ തന്നെ അലറി പൊളിക്കാണ് കിടന്നിട്ട്. ഏതിനാ വെച്ചാൽ എനിക്കറിയില്ല. സൈലന്റായി പോകേണ്ട സാധനം പോലും മൂപ്പര് കിടന്ന് അലറി നിലവിളിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ദേവിശ്രീ പ്രസാദിന്റെ ലൗഡഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയ്ക്കൊന്നും പിടിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പാട്ടുകളൊക്കെ ഒരു ഓക്കെ സാധനമായിരുന്നു. സൂര്യ കൊടുത്ത മെയിൻ സ്കോർ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ ഇങ്ങേരൊരു മിഷനിലാണ്, പുതിയ കാലഘട്ടത്തിലെ സൂര്യ ഒരു മിഷനിലാണ്. ആ ഒരു മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവുന്ന സമയത്ത് തലൈവനേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഇടും. എൻ്റെ പൊന്നെ എങ്ങായി ആ കുട്ടിയുടെ സാധനമൊക്കെ വെച്ച് വരുന്ന സമയത്ത് എനിക്ക് ക്രിഞ്ച് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്രിഞ്ച് സാധനമായിരുന്നു. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ. പിന്നെ ഒരു കെമിയോ റോളുണ്ട്. കെമിയോ റോളാണ് എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഞാൻ ഉണർന്ന് സെറ്റായിട്ടിരുന്ന് കണ്ട ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് അവർ ചെയ്തും വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിനുള്ള ലീഡൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ നിർത്തുന്നത്. പിന്നെ ബോബി ഡിയോളിനൊക്കെ എന്തിനാണ് നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നതെന്ന് എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല. വല്ല പ്രകാശ് രാജിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തമിഴ് ആക്ടേഴ്സിനെ പിടിച്ച അഭിനയിപ്പിക്കേണ്ടതിന് പകരം ഈ ബോബി ഡിയോളിനെ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിനകത്തെങ്കിലും നല്ലൊരു ആക്ഷൻ സീക്വൻസ് കൊടുത്തുകൂടെ? അവിടെയും കുറെ പാസം വാരി വെതറി എൻ്റെ പൊന്നെങ്ങായി. അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയായിട്ട് കുറെ ഡയലോഗ് ഉണ്ട് സൂര്യയുടെ. ബോബി ഡിയോൾ ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മിനിറ്റൊക്കെ പിടിച്ചതിനെ തന്നെ തട്ടിപ്പോകേണ്ട കേസാണ്. അതിൻ്റെ ഇടയിൽ കുറേ പാസ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഇയാൾ തട്ടിപ്പോയില്ലെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒരു വിവരമില്ലായ്മയാണോ അതോ ഓവർ ദ ഡോസ് പാസം കുത്തിക്കയറ്റാൻ നോക്കി എനിക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ ഒരു തവണയൊക്കെ കണ്ടിരിക്കാം. അതിനപ്പുറത്തേക്കൊന്നും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല. കാണുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അത്രയധികം സഹിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ സ്ക്രീൻ പ്ലേയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഈ റീസെന്റ് കാലഘട്ടത്തിൽ ബാഹുബലി അല്ലെങ്കിൽ
വിഷ്വൽ ട്രീറ്റ് എന്ന് വിളിക്കാവുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു സിനിമ. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ഇന്ത്യൻ സിനിമയ്ക്കകത്ത് തന്നെ ഇത്രയധികം ബഡ്ജറ്റ് ഇറക്കി ഇത്രയധികം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയ ഒരു സിനിമ വേറെ ഉണ്ടാവില്ല. സ്ക്രീൻ പ്ലേയിൽ വ്യത്യാസം വരുത്തത് ഒരു രക്ഷയില്ല ചങ്ങായി. സോ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും കാണാൻ പോകുന്നവരെന്തായാലും കാണാൻ പോകുന്ന എനിക്കറിയാം. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം കൂടാതെ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടി കൂട്ടി കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ധാരണയൊക്കെ വരുത്തിയിട്ട് ഈ ഒരു സിനിമയ്ക്ക് കാണാൻ കയറുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട നേരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.